കോട്ടയം ഏറ്റുമാനൂരിൽ ഡോക്ടറുടെ വീടിന് നേരെ ആക്രമണം. ഏറ്റുമാനൂർ സ്വദേശി സിനി ജോർജിന്റെ വീടാണ് ആക്രമിച്ചത്. പ്രതിയെ പോലീസ് പിടികൂടി. ഇയാൾ ഇന്ന് പുലർച്ചെ മറ്റ് വീടുകളുടെയും മുന്നിലെത്തിയും ബഹളം വച്ചിരുന്നു. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ഈ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസികാസ്വാസ്ഥ്യമുണ്ടോ എന്നാണോ നിലവിലിപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു സംശയമാണ് ഉന്നയിക്കുന്നത്. കാരണം ഈ വീട്ടുകാരുമായി ഇയാൾ ആക്രമിച്ച വീട്ടുകാരുമായി യാതൊരു വിധത്തിലുള്ള ബന്ധമോ ഒന്നും ഇയാൾക്കില്ല. ഈ വീട്ടുകാരും പറയുന്നത് തന്നെ ഇയാളെ കണ്ടുപോലും പരിചയമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീട്ടുകാർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഈ ആക്രമണത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ വ്യക്തി പറയുന്നത് താൻ വയനാട് സ്വദേശിയാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഈ വീടിന് മുന്നിലെത്തി ബഹളം വെച്ചിരുന്നത്. ഇവർ വീട് തുറക്കുകയൊന്നും ചെയ്തിരുന്നില്ല, അകത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ക്യാമറയിലൂടെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇയാൾ വീട് മുറ്റത്തെത്തുകയും വീടിന്റെ ജനൽ തകർക്കുകയും എല്ലാം ചെയ്തത്. പിന്നീട് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് നേരെ തിരികുകയായിരുന്നു. അവിടുത്തെ ചെടിച്ചട്ടിയും മറ്റ് കമ്പും എല്ലാം ഉപയോഗിച്ച് ഈ കാറ് നശിപ്പിച്ചു. പൂർണ്ണമായും കാറിന്റെ ചില്ലുകളെല്ലാം തന്നെ തകർക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമം കാണിച്ചതിനെ തുടർന്ന് ഇവർ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി ഇയാളെ പിടികൂടുകയാണ് ചെയ്തത്. ഒരു മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് എന്ന് തന്നെയാണ് സംശയമുള്ളത്. മറ്റു ചില വീടുകളിലും എത്തി ഇയാൾ ഇത്തരത്തിലുള്ള ബഹളം വെച്ചിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ മദ്യലഹരിയിൽ ഒരു വീട് മാറി ആക്രമണം നടത്തിയതാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മദ്യലഹരിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇയാളെ വൈദ്യപരിശോധന അടക്കം വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.